ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ കോഴിയാണോ മുട്ടയാണോ ആദ്യമുണ്ടായത് എന്ന ചോദ്യത്തിന് മുട്ട എന്നാണ് ഉത്തരം. ഇതിന്റെ കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. പരിണാമം. കോഴികൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉരഗങ്ങളും പക്ഷികളും മുട്ടയിടാറുണ്ടായിരുന്നു. അതുകൊണ്ട് മുട്ട എന്നത് കോഴിക്ക് മുമ്പേ നിലവിലുണ്ട്. 2. ജനിതക മാറ്റം. കോഴിയോട് സാമ്യമുള്ള ഒരു പക്ഷി ഒരു പക്ഷേ കാട്ടുകോഴി ഇട്ട മുട്ടയിലുണ്ടായ ചെറിയൊരു ജനിതക മാറ്റത്തിലൂടെയാണ് ഇന്നത്തെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ആദ്യത്തെ കോഴി ഉണ്ടായത്. അതായത് ആ മുട്ടയിട്ടത് കോഴിയോട് സാദൃശ്യമുള്ള മറ്റൊരു പക്ഷിയാണെങ്കിൽ കൂടി അതിനുള്ളിൽ വിരിഞ്ഞത് നമ്മൾ ഇന്നു കാണുന്ന കോഴിയായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ മുട്ടയിൽ നിന്നാണ് ആദ്യത്തെ കോഴി വിരിഞ്ഞത്. അതിനാൽ മുട്ടയാണ് ആദ്യം വന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കോഴിയുടെ പൂർവികരായ പക്ഷികളെ പ്രോട്ടോ ചിക്കൻ എന്ന് വിളിക്കാം. 2 പ്രോട്ടോ ചിക്കനുകൾ തമ്മിൽ ഇണചേർന്നപ്പോൾ ഉണ്ടായ മുട്ടയിലെ കോശങ്ങളിൽ ഒരു ചെറിയ ജനിതക വ്യതിയാനം സംഭവിച്ചു. ഈ വ്യതിയാനം കാരണം ആ മുട്ട വിരിഞ്ഞു വന്നപ്പോൾ അത് മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഇന്ന് കാണുന്ന കോഴിയായി മാറി. 2010 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർ കോഴിയുടെ അണ്ഡാശയത്തിൽ മാത്രം കാണപ്പെടുന്ന OV17 എന്ന പ്രോട്ടീൻ കണ്ടെത്തിയിരുന്നു. മുട്ടത്തോടിന്റെ നിർമ്മാണത്തിന് ഈ പ്രോട്ടീൻ അത്യാവശ്യമാണ്. ഇത് കോഴിയാണ് ആദ്യം വന്നത് എന്ന വാദത്തിന് അന്ന് ശക്തി പകർന്നിരുന്നുവെങ്കിലും പരിണാമ സിദ്ധാന്തം അനുസരിച്ച് മുട്ട തന്നെയാണ് മുൻപേ വന്നതെന്ന വാദത്തിന് കൂടുതൽ അംഗീകാരം ലഭിച്ചു. ഇത്തരം ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.